ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ടോപ്പിക്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1916 വരെയുള്ള കാര്യങ്ങൾ. ഇനി 1917 മുതലുള്ള ഗാന്ധിജിയുടെ സമരങ്ങളും മറ്റു കാര്യങ്ങളും, സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് വരെയുള്ള മറ്റ് രാഷ്ട്രീയ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാ പോയിൻറ്സും പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് 1917 മുതലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ 1917 എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം, അത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. എവിടെയാണ് നടന്നിട്ടുള്ളത്? ബീഹാറിലാണ്. വർഷം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നിട്ടുള്ളത്? ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾക്കെതിരെ നടന്നിട്ടുള്ളതാണ്. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി നടന്നിട്ടുള്ള സമരമാണ് ചമ്പാരൻ സമരം. അപ്പോൾ ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ്? അത് ടെക്സ്റ്റിലുള്ള പോയിന്റാണ്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ 1916 INC സമ്മേളനം, 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയോട് പറഞ്ഞത് ആരാ? രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് 1916 INCയിലെ ലക്നൗ സമ്മേളനത്തിൽ ഈ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ബ്രിജ് ബാബു കിഷോർ. ഇതും ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. അപ്പോൾ ആ വാക്കും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ആ പേരുകളൊന്ന് പഠിക്കാം. ഇനി അടുത്തതാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം, ഇതെന്താണ്? നിരാഹാര സമരമാണ്. നിരാഹാര സമരം, ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അപ്പോൾ അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അതായത് തൊഴിലാളികൾക്ക്, അഹമ്മദാബാദിലെ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സത്യാഗ്രഹം, നിരാഹാരമാണത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് പഠിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് തൊഴിലാളികൾക്ക് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചതാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം പഠിച്ചു വയ്ക്കുക. ഏതാണ്? 1918 ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ നിരാഹാര സമരവുമാണ്. ഇനി ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിലാണ്. ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിലാണ്. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരമാണ്. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. അതായത് ഈ ഖേദ, അപ്പോൾ ഈ ഖേദയിലെ കർഷക സമരം, അതിൽ ഗാന്ധിജിയെ സഹായിച്ചിട്ടുള്ള ആളാണ് കേട്ടോ പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇവരുടെ പേര് രാജ്കുമാർ ശുക്ല, അതുപോലെ ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, അവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനും ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരവുമാണ്. അതിൻ്റെ വർഷവും ഏത് സംസ്ഥാനത്താണ് നടന്നിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം, അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1919 അതിൻ്റെ നേതാക്കൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആരൊക്കെയാണ് നേതാക്കൾ? മൗലാന മുഹമ്മദ് അലിയും
അതേപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരന്മാർ ഷൗക്കത്ത് അലിയും ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് 1919. ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? ഗാന്ധിജിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഇനി ഈ ഖിലാഫത്ത് സമരവുമായിട്ട് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് എന്ത്? മലബാർ കലാപം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. അറിയാമോ നമുക്ക്? 1921. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഇനി അടുത്തതാണ് റൗലറ്റ് ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? 1919. എന്താണ് ഈ റൗലറ്റ് ആക്ട്? ഈ സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമാണ് സിഡ്നി റൗലറ്റിന്റെ സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം. ഈ നിയമം എന്താ പറയുന്നത്? ഈ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അപ്പോൾ അന്നുണ്ടായിരുന്നാണ് ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അതുപോലെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ നിയമമാണ് ഏത്? ഈ റൗലറ്റ് നിയമം എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജി കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് റൗലറ്റ് നിയമത്തെയാണ്. അതേപോലെ തന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാ? റൗലറ്റ് നിയമമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഈ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച അല്ലെങ്കിൽ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ്? സി ശങ്കരൻ നായരാണ്. അങ്ങനെ എന്താണ് ഈ റൗലറ്റ് ആക്ടിനെതിരായിട്ട് ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്? റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. 1919 ഏപ്രിൽ 6-ന് ഈ ഹർത്താലിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? റൗലറ്റ് സത്യാഗ്രഹം എന്നാണ്. ഈ ഹർത്താലിനെ നമ്മൾ വിളിക്കുന്നത് റൗലറ്റ് സത്യാഗ്രഹം എന്നാണ്. അപ്പോൾ ഈ റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അതുപോലെ തന്നെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. 1919 സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട നിയമമാണിത്. അപ്പോൾ ഇതിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതിനെതിരായിട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. ഇതിനെ അനുകൂലിച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. ഇനി റൗലറ്റ് നിയമം എന്തിനു കാരണമായി? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വർഷം വിത്ത് ഡേറ്റ് പഠിക്കണം. 1919 ഏപ്രിൽ 13-നാണ്. 1919 ഏപ്രിൽ 13-നാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞു. റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഗാന്ധിജി ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. അപ്പോൾ ആ ഹർത്താലിന് നേതൃത്വം നൽകിയത്, ആ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവരാണ് സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലിയും. ഓക്കെ, ഹർത്താലിന് നേതൃത്വം നൽകിയവർ, അതായത് ഹർത്താലിനോടനുബന്ധിച്ചുള്ള ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും. അപ്പോൾ അവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. 1919 ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ട് ഒരു ജനക്കൂട്ടം അവിടെ എന്തുണ്ടായി? 1919 ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ തുടർന്ന് അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. അതിനുശേഷം ഈ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. അപ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണ് മൈക്കൽ ഒ ഡയർ. ഓക്കെ, അതായത് ഈ ജാലിയൻ വാലാബാഗിന് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് കേട്ടോ. വെടിവെക്കാനുള്ള അനുമതി നൽകിയ വ്യക്തി
അപ്പോൾ അതായത് ഒരു ജനക്കൂട്ടം 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ, അവർക്കെതിരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ ആണ്. എന്നാൽ അതിന് അനുമതി നൽകിയത് മൈക്കിളോ ഡയറുമാണ്. അപ്പോൾ ജനറൽ ഡയർ അവർക്കെതിരെ വെടിവെക്കാനായിട്ട് പറഞ്ഞു, അതിന് അനുമതി നൽകിയ ആളാണ് മൈക്കിളോ ഡയർ. അപ്പോൾ അപ്പോൾ അതിൽ ഒരുപാട് പേര് മരണം ഉണ്ടായി, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അവിടെ. അപ്പോൾ ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ആര്? ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചു. അപ്പോൾ ആ ഉദ്ധം സിംഗിനെ, അതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1940 ജൂലൈ 31. ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അന്വേഷണ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചെംസ്ഫോർഡ്. അപ്പോൾ റൗലറ്റ് ആക്ടിൻ്റെ സമയത്തൊക്കെയും ചെംസ്ഫോർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13 ഇത് എന്തിനാണ് നടന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹർത്താൽ, റൗലറ്റ് ആക്ടിനെതിരായിട്ട് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി. അതിൻ്റെ പേരിൽ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു കൂട്ടം ജനങ്ങൾ പൊതുയോഗത്തിനായിട്ട് എത്തിച്ചേർന്നു. അപ്പോൾ അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവർക്ക് നേരെ വെടിയുതിർത്താനായിട്ട് ഉത്തരവിട്ടിട്ടുള്ള ആളായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയർ, അല്ലെങ്കിൽ ജനറൽ ഡയർ എന്ന് പറയുന്നത്. എന്നാൽ അതിന് അനുമതി നൽകിയിട്ടുള്ള വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. അതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥനാണ് മൈക്കിൾ ഒ ഡയർ. അപ്പോൾ ഈ മൈക്കിൾ ഒ ഡയർ, അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചിട്ടുള്ള വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. അപ്പോൾ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് എപ്പോഴാണ്? 1940 ജൂലൈ 31. ഇനി ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാനായിട്ട് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇത്രയും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ഈ ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. എന്നാൽ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? ഗാന്ധിജിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഇനിയാണ് നിസ്സഹരണ സമരം. ഈ നിസ്സഹരണ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920 അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന സമരമാണ് ഏത്? ഈ നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1920. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവാചാരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിസ്സഹരണ സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഇത് അംഗീകരിച്ചത്. അതിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി ആയിരുന്നു. വിജയരാഘവാചാരി. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച മെയിനായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാന പരിപാടികൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി മുന്നോട്ട് വെച്ചതാണ് എന്തൊക്കെ? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ അത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. എന്തൊക്കെയാ? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, പിന്നെന്താണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി കൊടുക്കാണ്ടിരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഇതൊക്കെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണങ്ങൾ, അപ്പോൾ ജനങ്ങൾ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ അവർ ഏറ്റെടുത്തു എന്നത് കാണിക്കുന്നതിനുള്ള കുറച്ച് എക്സാമ്പിൾസാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്?
അതിനുശേഷം അവധിലെ കർഷകരെ നികുതി നൽകാൻ വിസമ്മതിച്ചു. കാരണം നികുതി നൽകാതിരിക്കുക എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അതുപോലെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി അവിടെ കുറേ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിച്ചതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്? ഇവർ നികുതി കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. അതുപോലെ ഗിരിവർഗ്ഗക്കാരൊക്കെ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ കയറി ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. ഉത്തർപ്രദേശിലെ കർഷകരാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ചുമടൊന്നും എടുക്കാതെയായി. തൊഴിലാളികൾ പണി മുടക്കാൻ തുടങ്ങി. അതുപോലെ വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉപേക്ഷിച്ചു ബ്രിട്ടീഷുകാരുടെ. ഇനി സ്ത്രീകളടക്കമുള്ളവരൊക്കെ എന്ത് ചെയ്തു? വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ചൗരി ചൗര സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചൗരി ചൗര സംഭവം അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നിസ്സഹരണം എന്ന് പറഞ്ഞാൽ എല്ലാം ബഹിഷ്കരിക്കലാണ് അല്ലേ. അപ്പോൾ ഈ ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ചർക്ക ഉപയോഗിച്ച് നൂൽക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ചർക്ക ഉപയോഗിച്ച് നൂൽക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എന്താണ് അതായത് ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദേശീയ വിദ്യാലയങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വിദേശ വസ്തുക്കളാണ് ബഹിഷ്കരിച്ചത്. അപ്പോൾ ചർക്കയിൽ നൂറ്റിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ അത് ആരംഭിക്കാനായിട്ട് തുടങ്ങി. ദേശീയ തലത്തിൽ സ്കൂളുകൾ ആരംഭിക്കാൻ. അപ്പോൾ ഈ ദേശീയ വിദ്യാലയങ്ങൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്? കാശി വിദ്യാപീഠം. അതേപോലെ തന്നെയുള്ളതാണ് ഏതൊക്കെ? ഗുജറാത്ത് വിദ്യാപീഠം. പിന്നെ ഏതൊക്കെയാ? ജാമിയ മിലിയ. ഓക്കെ, അതൊക്കെയാണ് അന്ന് സ്ഥാപിച്ച സ്കൂളുകൾ. അപ്പോൾ ഈ നിസ്സഹരണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടുതൽ ബഹിഷ്കരിക്കലാണ്. അതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ചർക്ക ഉപയോഗിച്ച് നൂൽക്കലും ദേശീയ വിദ്യാലയങ്ങളും. അപ്പോൾ ഈ ദേശീയ തലത്തിലുണ്ടായ സ്കൂളുകളാണ് ഏതൊക്കെ? ഈ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കും. ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് അതൊക്കെയും ആരംഭിച്ചു. അതേപോലെ തന്നെ ഹിന്ദി പ്രചരിപ്പിച്ചു. ഹിന്ദി പ്രചാരണം. അതേപോലെ തന്നെ അയിത്തോച്ചാടനം അതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. ഇനി ചൗരി ചൗര സംഭവം നടന്നത് 1922 ഫെബ്രുവരി 5-നാണ്. 1922 ഫെബ്രുവരി 5-നാണ്. എവിടെയാണ് നടന്നിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ തീയിട്ട് അവിടെ 22 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം. അപ്പോൾ ഈ ചൗരി ചൗര സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിൻവലിച്ചു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാ? ചൗരി ചൗര സംഭവമാണ്. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചതാണ് ദേശീയ ദുരന്തം. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ്. അപ്പോൾ ഈ ചൗര ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയെ തടവിലാക്കിയിട്ടുള്ള ജയിലാണ് യർവാദ ജയിൽ കേട്ടോ. ഗാന്ധിജിയെ തടവിലാക്കിയ ജയിലാണ് യർവാദ ജയിൽ. അപ്പോൾ ചൗരി ചൗര സംഭവത്തിനെ തുടർന്നിട്ടാണ് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി അടുത്തതാണ് സ്വരാജ് പാർട്ടി. 1923 സ്ഥാപിതമായത്. അതിൻ്റെ ആരാണ് നേതാക്കൾ? CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. CR ദാസാണ് അതിൻ്റെ പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റുവാണ് അതിൻ്റെ സെക്രട്ടറി.
ഓക്കെ. അപ്പോൾ സ്വരാജ് പാർട്ടി 1923 സ്ഥാപിതമായത് ഗയയിലാണ് കേട്ടോ, ഗയാ സമ്മേളനം. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. ഇനി ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് അഭിപ്രായപ്പെട്ട പാർട്ടിയാണ് ഇത് സ്വരാജ് പാർട്ടി. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതുകൊണ്ട് അവിടെ ഓർത്തിരിക്കുന്നത് ചോദിക്കാറുള്ളതാണ്. ഇനി സൈമൺ കമ്മീഷൻ, ഏത് വർഷമാണ് സൈമൺ കമ്മീഷനെ നിയമിച്ചത്? 1927 എന്നാൽ അത് ഇന്ത്യയിലെത്തിയത് 1928. ഓക്കെ, നിയമിച്ചത് 1927. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജോൺ സൈമൺ ആയിരുന്നു. ഓക്കെ, ജോൺ സൈമൺ ആയിരുന്നു. ഈ സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു കേട്ടോ. ഇർവിൻ പ്രഭു ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. ഇനി ഈ സൈമൺ കമ്മീഷന് എതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്തിൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. ഈ സൈമൺ കമ്മീഷന് എതിരെ നടന്ന സമരത്തിൽ മരണം വരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായിനെ. അപ്പോൾ ആ ലാത്തിച്ചാർജിലെ മർദ്ദനത്താലാണ് മരണം കൈവരിച്ചത്. അപ്പോൾ ഈ ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സാൻഡേഴ്സൺ. ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ സൈമൺ കമ്മീഷന് എതിരായിട്ടൊരു സമരം നടന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ ലാത്തിച്ചാർജിൽ മർദ്ദനം ഏറ്റിട്ട് മരിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ആ ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സാൻഡേഴ്സൺ. അപ്പോൾ ഈ സാൻഡേഴ്സനെ വധിച്ചത് ആരൊക്കെയാണ്? സാൻഡേഴ്സനെ വധിച്ച ആൾക്കാരാണ്, പഠിക്കണം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവുമാണ് സാൻഡേഴ്സിനെ വധിച്ചത്. അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഇനി ബർദോളി സത്യാഗ്രഹം 1928 എവിടെയാണിത്? ഗുജറാത്തിൽ നടന്നിട്ടുള്ളതാണ് ബർദോളി സത്യാഗ്രഹം. 1928 ഗുജറാത്തിലാണ്. അതിന് നേതൃത്വം നൽകിയത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി നെഹ്റു റിപ്പോർട്ടിൻ്റെ വർഷം പഠിക്കുക. 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ ആരാണിത് തയ്യാറാക്കിയത്? മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു റിപ്പോർട്ട് ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ് തയ്യാറാക്കിയത്. ഏത് വർഷമാണ് അത് സമർപ്പിച്ചത്? 1928 കൂടെ ഓർത്തിരിക്കുക. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച 2ാമത്തെ ജനകീയ പ്രക്ഷോഭമാണിത്. ആദ്യത്തെ നിസ്സഹരണമാണ് ഇത്. രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നയിച്ച 2ാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനമാണ്. നിസ്സഹരണത്തിൻ്റെ നമ്മൾ പറഞ്ഞു, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1920 നാഗ്പൂർ സമ്മേളനം. ഇത് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റിലുള്ളതാണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ഈ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പ് നികുതി എടുത്തു കളയുക, പിന്നെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ്? ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, അതേപോലെ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിൻ്റെ ബേസിലാണ്? 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അതായത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ആരംഭിച്ചത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് 1930 മാർച്ച് 12 ഗാന്ധിജി എവിടെ നിന്ന് എവിടേക്കാണ്? സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക്
സബർമതിയിൽ നിന്നും ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. 72 അനുയായികളാണ് കൂടെ ഉണ്ടായിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര അനുയായികളാണ്? 78. സോറി 72 അല്ല കേട്ടോ, 78 ആണ്. 78 അനുയായികൾ. 78 അനുയായികളാണ് കൂടെ ഉണ്ടായിരുന്നത്. എവിടുന്ന? സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്കാണ്. ഇനി അവിടെ ദണ്ഡി കടപ്പുറത്ത് എത്തിയത്, ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് അവിടെ എത്തിയത് ഏപ്രിൽ 6-നാണ്. അവിടെ എത്തി ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 7-നുമാണ്. ഏപ്രിൽ 6-ന്, മാർച്ച് 12-ന് യാത്ര തിരിച്ചു. ഏപ്രിൽ 6-ന് അവിടെ എത്തി. ഏപ്രിൽ 7-ന് ഉപ്പ് നിയമം ലംഘിച്ചു. ഇനി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് 1931-ലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താ? ചൗരിയാണ്. നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് 1931-ലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ഫസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാ? പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഫസ്റ്റ് അറസ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത്, ഇനി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് യർവാദ ജയിലിൽ തന്നെയാണ്. യർവാദ ജയിലിൽ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന് ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്നിങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനി ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢ വാക്കായി മാറി. ശക്തിയുടെ വാക്ക്. ഉപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നിഗൂഢ വാക്കായി മാറി. ശക്തിയുടെ വാക്ക് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ജവഹർലാൽ നെഹ്റുവാണ്. ഇനി അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അപ്പോൾ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെന്നെയാ? സി രാജഗോപാലാചാരി തന്നെയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നതും. അത് തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹം. ഇനി കോഴിക്കോടാണെങ്കിലോ, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയും. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയും അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇത് തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സി രാജഗോപാലാചാരി തന്നെയാണ്. ഇനി വട്ടമേശ സമ്മേളനങ്ങളാണ്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏതൊക്കെ വർഷമാണ്? 1930, 31, 32. പഠിക്കണം കേട്ടോ. വട്ടമേശ സമ്മേളനം, 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി ലണ്ടനാണ്. ചോദിച്ചിട്ടുള്ളതാണ്. ലണ്ടനാണ് അതിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇനി ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത്, 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത് ആരാണ്? ആരൊക്കെയാണ് 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത്? ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ തേജ് ബഹാദൂർ സപ്രുവുമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ളത് ഇവരാണ്. ഈ 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ് ആര് പങ്കെടുത്തിട്ടുള്ളത്? ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2 കേട്ടോ. ഇനി 1930-ലെ സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ ജനുവരി വരെയാണ്. 1930 നവംബറിലാണ് തുടങ്ങിയത്. നവംബർ ജനുവരി. 1931 ആണെങ്കിൽ 31 സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 7. ഒരു പ്രാവശ്യം വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. സെപ്റ്റംബർ 7 ആ മാസമെങ്കിലും പഠിച്ചു വയ്ക്കുക. 1932 ആണെങ്കിൽ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് നടന്നിട്ടുള്ളത്. നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് നടന്നിട്ടുള്ളത്. എവിടെയാണ്? ലണ്ടനിലാണ്. 2-ാമത്തേൽ പങ്കെടുത്തിട്ടുള്ളത് ഗാന്ധിജി. പിന്നെ 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത് ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. പഠിച്ചു വയ്ക്കാം. ഇനി ഓഗസ്റ്റ് ഓഫറിൻ്റെ വർഷവും അത് ഏത് വൈസ്രോയി ആണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിങ്ലിത്ഗോ ആണ്. 1940-ലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിപ്സ് മിഷൻ. അപ്പോൾ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22-നാണ്. ഇന്ത്യയിൽ എത്തിയത്, ഇത് എത്തിയതാണ് കേട്ടോ, ഇന്ത്യയിൽ എത്തിയത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എപ്പോഴാപ്പോൾ? ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്
എത്തിയത് മാർച്ച് 22-നാണ്, മടങ്ങിയത് 1942 ഏപ്രിൽ 12-നാണ്. ഏപ്രിൽ 12-നാണ് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഇതിൻ്റെ ചെയർമാനായിരുന്നു സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ചെയർമാനായിരുന്നു സ്റ്റഫോർഡ് ക്രിപ്സ്. ഇനി അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം നമ്മൾ പറഞ്ഞു. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിങ് ലിത്ഗോ തന്നെയായിരുന്നു കേട്ടോ വൈസ്രോയി. ഈ ക്രിപ്സ് മിഷൻ്റെ സമയത്തും ലിങ് ലിത്ഗോ തന്നെയായിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത്. ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇനി തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഓക്കെ, തകരാനിരിക്കുന്ന പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതെല്ലാം പഠിക്കണം. ആ സമയത്തെ അതായത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയതും ഇന്ത്യയിൽ നിന്ന് മടങ്ങിയതും പഠിക്കുക. ആ സമയത്ത് INC പ്രസിഡന്റ് വൈസ്രോയി, അതിൻ്റെ ചെയർമാൻ, പിന്നെ അതിന് പിൻതീയതിയിട്ട ചെക്ക് എന്ന് തകരാനിരിക്കുന്ന പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നിസ്സഹരണ പ്രസ്ഥാനമാണെന്ന്. അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്തും വൈസ്രോയി ആര് തന്നെയാണ്? ലിങ് ലിത്ഗോ തന്നെയാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. 1942-ലാണ്. ഇനി അതുപോലെ തന്നെ ഈ ബോംബെയിൽ ചേർന്ന INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ ചേർന്നിട്ടുള്ള INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ്. 1942-ലെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ സ്ഥലം ഒരു തവണ ചോദിച്ചതിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് ഇത് പാസ്സാക്കപ്പെട്ടത്. അതിപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരുണ ആസഫ് അലി. ഇനി ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. ഇനി ഇതിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1942 ഓഗസ്റ്റ് 8-നാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസറാണ് കേട്ടത്. 1942 ഓഗസ്റ്റ് 8 ആഘാഖാൻ കൊട്ടാരത്തിലാണ് പാർപ്പിച്ചത്, തടവിലാക്കിയത്. അപ്പോൾ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയത് പക്ഷേ അത് ആഘാഖാൻ അല്ല. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയില് യർവാദയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യർവാദ ജയിലിൽ കുറേ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണൽ അവാർഡ്. അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ചതിന് ഗാന്ധിജിയെ തടവിലാക്കിയതും യർവാദയിലാണ് കേട്ടോ. കമ്മ്യൂണൽ അവാർഡിന് എതിരെ പ്രതിഷേധിച്ചതിന് ഗാന്ധിജിയെ തടവിലാക്കിയത് യർവാദയിലാണ്. ഏറ്റവും കൂടുതൽ തവണ യർവാദയിലാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ആഘാഖാൻ കൊട്ടാരത്തിലാണ്. അപ്പോൾ ആഘാഖാൻ്റെ ആൻസറുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. എന്താ? തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ഓക്കെ, കസ്തൂർബ ഗാന്ധി, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കസ്തൂർബ ഗാന്ധി തടവിലിരിക്കെ അന്തരിച്ചത് ആഘാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം, സമരനായകൻ, അതിൻ്റെ മുദ്രാവാക്യം, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത്, അതുപോലെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചിട്ടുള്ളത്, ഈ പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ഏത് വർഷമാണ് പ്രമേയം അവതരിപ്പിച്ചത്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തെ വൈസ്രോയിയും ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് 1942-ലാണ്. ആരാണ് രൂപീകരിച്ചത്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ
മോഹൻ സിംഗ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണിത് രൂപീകരിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേരായിരുന്നു എന്ത്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമി തന്നെയാണ്. ഇനി ഈ INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. INAയുടെ മുൻഗാമി ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ഈ INAയുമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം 1943. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് INAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ വർഷമാണ് 1943. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിന് ഈ INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. ഇനി INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്താ? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് ഇതിൻ്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്. പിന്നെ INAയിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? വക്കം അബ്ദുൾ ഖാദർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വക്കം അബ്ദുൾ ഖാദർ ആണ് INAയിൽ അംഗമായിട്ടുള്ള മലയാളി. അപ്പോൾ INAനെ പറ്റിയൊരു പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 1943 മുതൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്നത് INA ആണ്. INAയുടെ മുൻഗാമിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. അതിൻ്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. അതിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? വക്കം അബ്ദുൾ ഖാദർ. അത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ കേട്ടോ. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീലിൻ്റെ പേരെന്താണ്? ഭുലാഭായ് ദേശായി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഭുലാഭായ് ദേശായി ആണ് INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഏത് വർഷമാണ്? 1946 ആണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം വിത്ത് ഡേറ്റ് പഠിക്കണം. 1946 മാർച്ച് 23. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലമന്റ് ആറ്റ്ലി. ഇത് ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23. ഇതിൻ്റെ തലവൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തലവൻ പെത്വിക് ലോറൻസ് ആണ് അതിൻ്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ വേറെ പെത്വിക് ലോറൻസിനെ കൂടാതെ മറ്റ് അംഗങ്ങളും കൂടെ ഉണ്ട്. അതാരൊക്കെയാണ് അംഗങ്ങൾ? പെത്വിക് ലോറൻസ് ഒരംഗമാണ്. പിന്നെ ആരാണ്? നമ്മുടെ ക്രിപ്സ് മിഷൻ്റെ സ്റ്റാഫോർഡ് ക്രിപ്സ്, അതേപോലെ തന്നെ AV അലക്സാണ്ടർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്ത വ്യക്തി 3 പേരാണ് അംഗങ്ങൾ. പെത്വിക് ലോറൻസും ഉണ്ട്, സ്റ്റാഫോർഡ് ക്രിപ്സും ഉണ്ട്, AV അലക്സാണ്ടറും ഉണ്ട്. അതിൻ്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു. ആ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16 1946 മെയ് 16 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി ഇന്ത്യൻ നാവിക കലാപം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1946 ഇന്ത്യൻ നാവിക കലാപം നടന്നിട്ടുള്ളത് 1946 ബോംബെ കലാപം എന്നറിയപ്പെടുന്നു. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബോംബെ കലാപം. ഈ നാവിക കലാപം ആരംഭിച്ചിട്ടുള്ള കപ്പൽ പഠിച്ചു വയ്ക്കുക. നാവിക കലാപം ആരംഭിച്ചിട്ടുള്ള കപ്പലാണ് HMIS തൽവാർ. ഓക്കെ, അപ്പോൾ നാവിക കലാപം ആരംഭിച്ച കപ്പലാണ് HMIS തൽവാർ എന്ന് പറയുന്ന കപ്പൽ കേട്ടോ. HMIS തൽവാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് ചെയ്ത് വയ്ക്കാം. ഇനി ഈ കലാപത്തിന് നേതൃത്വം നൽകിയതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് BC ദത്ത്. ഓക്കെ, ഇതിന് നേതൃത്വം നൽകിയത്. അപ്പം നേതൃത്വം എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്ത വ്യക്തി എന്ന് ചോദിച്ചാലും ആരൊക്കെയാണ്? BC ദത്താണ്. ഓക്കെ, BC ദത്ത്.
ഓക്കെ, BC ദത്താണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഏതാ? 1947 ജൂലൈ 18 പാസ്സാക്കിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്റ്റാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ ആക്ട്, അവസാനത്തെ നിയമമാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് 1947. വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, ജൂലൈ 18. ഡേറ്റ് പഠിക്കണം, വിത്ത് ഡേറ്റ് ആണ് ജൂലൈ 18. ഓക്കെ, അപ്പം അങ്ങനെ മൗണ്ട് ബാറ്റൺ പദ്ധതി അതും കൂടെ പഠിക്കുക. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്തിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയതാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും വേണ്ടിയിട്ട്. പാകിസ്ഥാൻ വിഭജനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ വിഭജനത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാൽക്കൺ പദ്ധതി എന്നും ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? ബാൽക്കൺ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായത്. ഓക്കെ, ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോഴാണ്? ഇന്ത്യ സ്വതന്ത്രമായത് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15. എന്നാൽ പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14. അതിൻ്റെ തലേദിവസമാണ് പാകിസ്ഥാൻ സ്വതന്ത്രമായത്, സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 15. ഇനി പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന. ആ പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഡിക്കി ബേർഡ് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ വിഭജനത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേരുകൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ സ്വതന്ത്രമായതും പാകിസ്ഥാൻ സ്വതന്ത്രമായതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, അവരുടെ ഗവർണർ ജനറലും. ഇനി അതേപോലെ തന്നെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഓക്കെ, ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു ബ്രിട്ടീഷ് രാജാവ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളതാണ് JB കൃപലാനി ആയിരുന്നു. ഇനി വൈസ്രോയി, നമ്മൾ പറഞ്ഞു വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാ? മൗണ്ട് ബാറ്റൺ ആണ് കേട്ടോ. മൗണ്ട് ബാറ്റൺ ആണ്. ആരെ? വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആണ്. KPCCയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആ സമയത്തെ? KPCC അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ കേളപ്പൻ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയും കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയും KPCC അധ്യക്ഷൻ കെ കേളപ്പനുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. വളരെ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 2 വീഡിയോവും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 3-4 മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.